എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. CMRL കേസിൽ SFIO കുറ്റപത്രം സ്വീകരിച്ച എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തൽ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. വീണ വിജയൻ അടക്കമുള്ളവർക്ക് സമൻസ് അയക്കും. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പാർട്ടി സെക്രട്ടറി. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഇപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കേസ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മാധ്യമങ്ങൾ അത് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ടോ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന ചില വാചകങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് പ്രവേശിച്ചത്. EP ജയരാജൻ രാജിവെച്ചില്ലേ, സജി ചെറിയാൻ രാജിവെച്ചില്ലേ, ഇന്ന ആളുകൾ രാജിവെച്ചില്ലേ? ആ രാജിവെച്ചു എന്ന് താങ്കൾ പറഞ്ഞ എല്ലാവർക്കെതിരെയും ഒരു ഘട്ടത്തിൽ ചെറിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന വിധിന്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ വിധിന്യായമാണല്ലോ. ആ വിധിന്യായത്തിൽ എന്താ പറഞ്ഞത്? എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. ഒരു തരത്തിലും ഒരു ഇല്ലീഗൽ ഗെയിൻ ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ നേടിയെടുത്തതായി തെളിയിക്കുന്ന ഒരു രേഖയും, വിസ്പർ ഓഫ് എനി എവിഡൻസ്, ഒരു കണിക പോലും ഇതുവരെ പൊതുസമൂഹത്തിൽ ഇല്ല. ശരി. ഭാവിയിൽ നിങ്ങൾക്ക് എന്നെങ്കിലും അത് കിട്ടുമെങ്കിൽ, കോൺഗ്രസ്സുകാരാണല്ലോ, ഇതൊക്കെ ഒപ്പിക്കാൻ പറ്റിയ ആളുകളാണല്ലോ, വ്യാജമായിട്ടൊക്കെ ഒരുപാട് ID കാർഡ് വരെ അടിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കിട്ടുവാണെങ്കിൽ അന്നത്തെ കാലത്ത് വിജിലൻസ് കോടതിയിൽ സമീപിക്കാന്നാ പറഞ്ഞേ. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. 692 കോടി രൂപയാണ് ഏത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത്, സ്യൂസ് ചെയ്തത്. ED സ്യൂസ് ചെയ്തു സോണിയാഗാന്ധിയുടെയും. എന്തേ അവർ രാജിവെക്കാത്തത്? അന്തരം ആ സമയത്ത് MP ആയിരുന്നല്ലോ അദ്ദേഹം, ഇപ്പൊ പ്രതിപക്ഷ നേതാവാണല്ലോ. ബോഫോഴ്സ് കുംഭകോണവുമായി ഇവിടെ കൃത്യമായി നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5000 കോടി രൂപയുടെ ആരോപണമല്ലേ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അവർ രാജിവെച്ച് പുറത്തുപോയോ? ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണമില്ല, മറിച്ച് മകളായ സംരംഭകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കമ്പനികൾ തമ്മിലുള്ള കരാറിനെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കുക. 182 കോടി രൂപ പലർക്കും കൊടുത്ത് നിന്നോട്ടെ, പക്ഷെ ഈ 1.72 അതാണ് പ്രശ്നം. 90 ലക്ഷം രൂപ കടമെടുത്തു മുഖ്യമന്ത്രിയുടെ മോളുടെ സംരംഭത്തിന്. 90 ലക്ഷം കടമെടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, അത്രയും ബുദ്ധിമുട്ടും സംവിധാനം, ഒരു സംരംഭകയുടെ ബുദ്ധിമുട്ട്, ഇതൊന്നും പ്രശ്നമല്ല. നിയമസഭയിൽ പറഞ്ഞത് എംപവർ ഇന്ത്യയിൽ നിന്ന് പണമെടുത്ത 90 ലക്ഷത്തിന്റെ കണക്ക് അന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ അരുൺകുമാറെ? അത് പിന്നെ എന്റെ മകൾ, എന്റെ ഭാര്യ അവരുടെ അമ്മയുടെ പെൻഷൻ കാശ് എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്? അന്ന് ഈ കടമെടുത്ത എംപവർ ഇന്ത്യയിൽ നിന്ന് കടമെടുത്ത 90 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞായിരുന്നോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ കണക്ക് ഇപ്പൊ 1.7 കോടി എന്നത് 2.7 കോടി ആവുന്നത് വരെ എംപവർ ഇന്ത്യയിൽ നിന്ന് കടമെടുത്ത എന്തെങ്കിലും ഒരു കാര്യം CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും പറഞ്ഞു കേട്ടിരുന്നോ? അതായത് നമ്മൾ ഒരു സംരംഭകർ, ഒരു രാജ്യത്തെ സംരംഭകരുടെ എടുത്ത് പരിശോധിച്ചാൽ പല കടം ഉണ്ടാവും, ലോൺ ഉണ്ടാവും, അതുപോലെ തന്നെ പലതരത്തിൽ അവർ പണം അതുമായി ബന്ധപ്പെട്ട സംരംഭം തുടങ്ങാൻ ഈ എടുത്ത ലോണ് മുഴുവൻ ഇതിൽ പറയണം, അത് നിയമസഭയിൽ പറയണം എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി കഷ്ടമാകും. അല്ലെ, പെൻഷൻ കാശിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന കർത്തയുടെ പണവുമായി ബന്ധപ്പെട്ട്, എംപവർ ഇന്ത്യയുടെ പണവുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇപ്പൊ നാട്ടുകാർക്ക് എന്തായാലും അറിവുണ്ടായിട്ടുണ്ടല്ലോ. KSIDC അടക്കം ഓഹരി പങ്കാളിത്തമുള്ള ഒരു പൊതുമേഖല താല്പര്യമുള്ള ഒരു കമ്പനി. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് അതിന്റെ നടത്തിപ്പുകാരനായ കർത്തയിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടാണ് സ്വന്തം മകൾ സ്ഥാപനം തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഇത് പാർട്ടി അറിയണമല്ലോ, അല്ലെ? പാർട്ടി അംഗങ്ങളും പാർട്ടി കുടുംബങ്ങളും അവരുടെ സാമ്പത്തിക ഉറവിടം അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ CMRL പോലെ അല്ലെങ്കിൽ കരിമണൽ കർത്ത എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുടെ സഹായം സ്വീകരിച്ച് വേണോ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സംരംഭം തുടങ്ങാൻ എന്നൊരു ചോദ്യം പാർട്ടി സ്വാഭാവികമായി ഉന്നയിച്ചിട്ടുണ്ടാകുമോ? ഇവൻ ശരിയല്ല. ഒന്നാമത്തെ കാര്യം താങ്കൾ ചോദിച്ചത് ഈ കടം, ഒരു സംരംഭം തുടങ്ങിയത് എങ്ങനെയാണെന്നാണ് മുഖ്യമന്ത്രി വിവരിച്ചത്. ആ മുഖ്യമന്ത്രി അതിന്റെ വസ്തുത പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം ആ സംരംഭം മുന്നോട്ട് പോയി സാമ്പത്തിക പരാധീനത വന്നു, പല ലോൺ എടുക്കും, കടം വാങ്ങിക്കും, അതുപോലെ തന്നെ ബാങ്ക് വായ്പ എടുക്കും. അത് എല്ലാം വിശദീകരിച്ചില്ലല്ലോ എന്നുള്ള താങ്കളുടെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യം. അത് എങ്ങനെ തുടങ്ങി എന്നതും അതിന്റെ ഓരോ ഘട്ടത്തിലും വായ്പ കൃത്യമായിട്ട് വിവരിക്കണമായിരുന്നു എന്നൊക്കെ താങ്കൾ ചോദിച്ചോ? അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. മുഖ്യമന്ത്രിയിൽ നിന്ന്, സർക്കാരിൽ നിന്ന്, മന്ത്രിമാരിൽ നിന്ന്, ഏതെങ്കിലും വകുപ്പിൽ നിന്ന് ഇല്ലീഗൽ ഗെയിൻ അത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ സംരംഭകയുമായി കരാർ ഒപ്പിട്ടതെങ്കിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യം പ്രശസ്തിയുണ്ട്. അല്ല, അതിലല്ല എന്റെ ചോദ്യം എന്ന് പറയുന്നത്.
ഇതെന്താണ് ഇത്? എന്തൊരു യാദൃശ്ചികതകളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് ടി വീണ എന്നറിയാതെയാണോ അദ്ദേഹത്തിന് അവർക്ക് ഈ സംരംഭം തുടങ്ങാനുള്ള ഒരു പണം, ഇനീഷ്യൽ എമൗണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സഹായം ഒരു കമ്പനി ഉടമ നൽകുന്നത്? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇതിപ്പോ ഈ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചാൽ, വീണ തൈക്കണ്ടി ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവൊന്നുമല്ല. ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവാദം, മറ്റു കാര്യങ്ങളൊക്കെ താങ്കൾ ചോദിച്ചല്ലോ. സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ, ആ മകൻ കേസിൽ പ്രതിയായപ്പോൾ എത്ര ഗൗരവമായിട്ടുള്ള ചർച്ചയാണ്. എനിക്ക് തോന്നുന്നത് മാതൃഭൂമി അടക്കം ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ? പക്ഷെ ഏറ്റവും അവസാനം ഈ കോടതി ഒരു തെളിവുമില്ലെന്നും പറഞ്ഞ് പുറത്തേക്ക് വിടുമ്പോൾ ഒന്ന് ആലോചിച്ചേക്ക്, ഒരു ചെറുപ്പക്കാരനെ 1.25 വർഷമാണ് ജയിലിലിട്ട്. ഇത്തരം എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് ഞങ്ങൾ. ഇപ്പോഴും നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു. കാരണം വീണ തൈക്കണ്ടി വന്ന പത്രസമ്മേളനം നടത്തി മറുപടി പറയില്ല, ചാനൽ ചർച്ചയിൽ അതിഥിയായിട്ട് വരികയില്ല. അതുകൊണ്ട് എത്ര ആരോപണം ഉന്നയിക്കാം, പൊലിപ്പിക്കാം. ബി.ജെ.പിക്കും കോൺഗ്രസിനും എഴുതി കൊണ്ടുവരുന്ന വാചക കസർത്ത് ഇത്തരത്തിലുള്ള ആളുകളോട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ മക്കളോട് അങ്ങ് ഉന്നയിച്ചുകൊണ്ടേയിരിക്കാം. വീണ തായ്ക്കണ്ടിക്ക് മാധ്യമങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ വീണ തായ്ക്കണ്ടിയിൽ സ്വന്തം മകളായതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് വലിച്ചിടക്കപ്പെടുന്നത് എന്നും രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുന്നത് എന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വിശദീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എങ്കിലും അഭിമുഖീകരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഡോക്ടർ ജിൻഡോ ജോൺ, പറഞ്ഞില്ലേ ഇന്ന് ഈ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്ര വിശദമായിട്ടാണ് മറുപടി പറഞ്ഞത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രാഷ്ട്രീയ വേട്ടയാണെന്നാണ് പറയുന്നത്. ആദ്യം ഡൽഹി ഹൈക്കോടതിയിൽ ഈ കുറ്റപത്രം നിൽക്കുമോ കൊടുക്കാമോ എന്നെങ്കിലും തീരുമാനമാകുന്നവരെ ഈ ചർച്ചയൊന്നും മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലല്ലോ. എന്തോ എങ്ങനെ നിങ്ങൾക്ക് ചർച്ച നടത്തി പൊലിപ്പിക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു കേസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര വർഷങ്ങൾ കടന്നു പോകുമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ സമയത്ത് മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാവൂ എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു കാര്യം CPM ചെയ്തിട്ടില്ല. VP ശ്രീപത്മനാഭനിലേക്കാണ് വരേണ്ടത്. പക്ഷെ ഞാൻ ഒന്ന് ഡോക്ടർ ജിൻഡോ ജോണിലേക്ക് പോയി വരട്ടെ. ഒന്നാമത്തെ താങ്കൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് 691 കോടി രൂപ പിടിച്ചെടുത്തു. കുഴപ്പമായ നീ എന്തിനൊന്ന് പറയാൻ പോയത്? ആരോ ആരോ അത് അരുൺകുമാർ ഒന്ന് സാക്ഷ്യപ്പെടുത്തി അതിന്റെ തെളിവ് ഹാജരാക്കിയിട്ട് വേണോട്ടോ പോയി. നമുക്കാർക്കും അറിയില്ല. ഇന്ത്യയിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇന്നേ വരെ പറഞ്ഞു കേൾക്കാത്ത ഒരു ആരോപണമാണ് CPM-ന് വേണ്ടി അരുൺകുമാർ പറയുന്നത്. വ്യാജരേഖ ഉണ്ടാക്കി കോൺഗ്രസ്സുകാർക്ക് ആർക്കും പിണറായി വിജയനെ ജയിലിലിടണ്ട. പിണറായി വിജയനെ ജയിലിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വ്യാജരേഖ ഉണ്ടാക്കുകയാണെങ്കിൽ ആ KB ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കണം. കാരണം ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കി സരിതയുടെ മറ്റേ കത്തിനകത്ത് പേരെഴുതി ചേർത്ത് കൂടുതൽ പേജ് എഴുതി ചേർക്കാൻ വേണ്ടി സഹായിച്ച നിങ്ങളാണ്. അല്ലെങ്കിൽ ആ K വിദ്യാനെ ഏൽപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ദേശാഭിമാനി പത്രത്തെ ഏൽപ്പിച്ചാൽ മതി. ഈ രാജ്യത്തെ മുഴുവൻ വ്യാജരേഖയുടെയും ഒന്നിച്ച് സൃഷ്ടി നടത്താൻ അവരെ കൊണ്ട് സാധിക്കും. ഇതൊരു നടത്തു പോണ മാതിരില്ല. ഇനി താങ്കൾ പറഞ്ഞ തെളിവുണ്ടായാലേ രാജിവെക്കുള്ളൂ. KM മാണിക്കെതിരെ തെളിവുകൾ മുഴുവൻ ഹാജരാക്കിയിട്ടാണോ നിങ്ങൾ രാജി ആവശ്യപ്പെട്ടത്? K ബാബുവിനെതിരെ തെളിവ് മുഴുവൻ ഹാജരാക്കിയിട്ടാണോ നിങ്ങൾ രാജി ആവശ്യപ്പെട്ടത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ആ 1 കോടി രൂപ കടം മേടിച്ച് തിരിച്ചു കൊടുത്തോ? കടം മേടിച്ച് തിരിച്ചു കൊടുക്കാതെ എന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് കമ്പനി പൂട്ടിപ്പോയത്? ഇത്ര മുന്തിയ സേവനം കൊടുക്കുന്ന കമ്പനി, 10-ലധികം വലിയ കമ്പനികൾക്ക് ഇത് പുറത്തു പറയാൻ പറ്റാത്ത അത്ര രഹസ്യമായിട്ടുള്ള വൻകിട സേവനം കൊടുത്ത് കോടിക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന ഒരു കമ്പനി തുടങ്ങിയിട്ട് ആ പ്രതിഫലം കിട്ടിയാൽ ആ കടം മേടിച്ച പണമെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള ഒരു മര്യാദ കാണിക്കണ്ടേ? എണീറ്റ് വരണ്ടേയിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ CMRL കമ്പനിക്ക് എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വീണ മാധ്യമങ്ങളുടെ മുമ്പിൽ വരില്ല എന്ന് പറഞ്ഞു. വീണയ്ക്ക് വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചർവിത ചർവണം പോലെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി മുതൽ താഴെ തട്ടിലുള്ള സെക്രട്ടറി വരെ വന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ഈ കമ്പനിക്ക് എന്ത് സേവനമാണ് കൊടുത്തതെന്ന് കമ്പനി മുതലാളിക്കും അറിയില്ല, കൊടുത്ത വീണയ്ക്കും അറിയില്ല, വീണയുടെ കമ്പനിക്കും അറിയില്ല, നാട്ടിൽ ആർക്കും അറിയില്ല. നാളെ അരുൺകുമാർ ഞാൻ തമ്മിൽ ഒരു കരാർ വെക്കുകയാണ്, നമ്മൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടന്നു, കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട്, എന്നിട്ട് പറയാ നാട്ടിലെ ഒരു നിയമങ്ങളും അന്വേഷിക്കരുത്, ഒരു ഏജൻസികൾ അന്വേഷിക്കരുത്, ഞങ്ങൾ അങ്ങനെ പല പരിപാടി നടത്തുമെന്ന് പറഞ്ഞാൽ ഇത് ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ്. അരുൺകുമാർ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. വീണ തൈക്കണ്ടിയിൽ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണ്? CPM എന്ന് പറഞ്ഞ പാർട്ടി, അതിന്റെ മുഖ്യമന്ത്രി, ആ പാർട്ടിയുടെ അടിത്തറ മൊത്തം ഇളകിപ്പോകുമ്പോ, ഇതുപോലെ വിവസ്ത്രമായിട്ട് നാണം കെട്ടി നിൽക്കുമ്പോ ഈ മുഖ്യമന്ത്രിയുടെ മകൾ ആ കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? എല്ലാരും വിളിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.